ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ പിടിയുടെ റെസിപ്പി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പിടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു പാന് അടുപ്പിൽ വെച്ചിട്ട് നമുക്കതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പോരെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്കാണെങ്കിൽ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 5 മുതൽ 6 വരെ വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്കാണെങ്കിൽ സവോള ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 3 വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറുതോ മീഡിയമോ ആണെന്നുണ്ടെങ്കിൽ 5 വരെ സവോള ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ സവോള അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് 4 എരിവുള്ള പച്ചമുളകും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അതുകൊണ്ട് എരിവുള്ള മുളക് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് പിടിയുടെ കൂടെ മാത്രമല്ല, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറി. ഉള്ളിയൊക്കെ ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എണ്ണ കുറച്ച് കുറവുള്ളതായി തോന്നിയത് കൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ ഉള്ളിയുടെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറിയിട്ട് ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്കാണെങ്കിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കും. ഞാൻ 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ തക്കാളി, ടൊമാറ്റോ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ടാണെങ്കിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കറിയിലേക്ക്. ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ കറിയിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കറി കട്ടായിട്ടുള്ള രീതിയിലാണ് ഇത് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും ചെറിയ പീസാണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന മുളക് പൊടിയുടെയൊക്കെ കണക്ക് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള കറി ആയതുകൊണ്ടാണ് ഇത്രയും ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും എരി വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ചേർത്താലും മതി. അപ്പം ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് മസാലയിലാണെങ്കിൽ ഈ ചിക്കൻ ഒന്ന് പിടിക്കണം. അതിന് വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ചിക്കന് നന്നായിട്ട് നമ്മുടെ മസാലയിൽ മിക്സ് ചെയ്ത ശേഷമാണെങ്കിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വേവിക്കാൻ വെച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് ഇതിൽ കാണുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലേക്കാണെങ്കിൽ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, 2 ഗ്ലാസ് തേങ്ങാപ്പാൽ, 2ാം പാലാണത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയും നമ്മുടെ തേങ്ങാപ്പാലും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, എരിവ് ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെയാണെങ്കിൽ എരിവ് നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ അല്പം മുളക് പൊടി ഒന്ന് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ വേവാനുള്ള അത്രയും സമയം കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കന് നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാൻ. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ തുറന്ന് വെച്ചിട്ടാണെങ്കിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഗ്രേവി ഒരുപാട് ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാവുന്നതാണ്. ഇനി ഇതിലേക്കാണെങ്കിൽ അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്ത്, നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാലാണ്. ഒരു 3/4 ഗ്ലാസ് 1ാം പാലുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ.
അങ്ങനെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പാലൊഴിച്ചതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അല്പം ഗരം മസാലയും കൂടി ഞാൻ തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് പിടിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഒലിയാണോ? ഒലിയ ഒലിയാണ് വെക്കുന്നത്. ഇനി ഒലിയ എല്ലാരും ഒത്തിരി വെക്കണ്ട.